മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ഇന്നലെ പത്മവിഭൂഷൺ ഏറ്റുവാങ്ങിയതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സകുടുംബം ദുൽഖറിൻ്റെ ഭാര്യ അമൽ സൂഫിയ, മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് കുട്ടി, മകൾ സുറുമി എന്നിവർക്കൊപ്പം വീട്ടിൽ പോയി കണ്ടു. അതിൻ്റെ ചിത്രം നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്തു. മോദി അത് പോസ്റ്റ് ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി ഷെയർ ചെയ്തു. എല്ലാവരും കണ്ടല്ലോ. അതിനു മുമ്പ് മമ്മൂട്ടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് രാഷ്ട്രപതിയുടെ പക്കൽ നിന്ന് മമ്മൂട്ടി പത്മവിഭൂഷൺ വാങ്ങുന്ന ചിത്രം. ഞാൻ ഈ 2 ചിത്രങ്ങളിലും സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളെ കാണിക്കാം. അതായത് ആദ്യം കാണിക്കുന്നത് രാഷ്ട്രപതിയുടെ പക്കൽ നിന്ന് മമ്മൂട്ടി പത്മവിഭൂഷൺ സ്വീകരിക്കുന്ന ചടങ്ങിൻ്റെ ചിത്രം. അത് ഞാൻ ഇന്ന് രാവിലെ, അതായത് ചൊവ്വാഴ്ച രാവിലെ ഒരു 7 മണിക്ക് പരിശോധിക്കുമ്പോൾ 136K 1,36,000 ലൈക്കുകളുണ്ട്. 10.8K കമൻസ് ഉണ്ട്. അതുമാത്രമല്ല 2400 ആളുകൾ അത് ഷെയർ ചെയ്തു. ഓക്കെ, നമ്മുടെ മമ്മൂട്ടിക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതികളിലൊന്ന് കിട്ടിയ പോസ്റ്റിനോട് അദ്ദേഹത്തിൻ്റെ ആരാധകരായ, അല്ലെങ്കിൽ മലയാളികൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആരാധകർ, അവർ കാണിച്ച പ്രതികരണമാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രി ഇട്ട പോസ്റ്റ് 3 മണിക്കൂർ കഴിഞ്ഞ് മമ്മൂട്ടി ഷെയർ ചെയ്തതിൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഇൻട്രാക്ഷൻ, അതായത് 31,100 31.1K ആണ് അതിൻ്റെ ലൈക്ക്. കമൻസ് 1.4K 1400 കമൻസ്. 405 പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. രാഷ്ട്രപതിയുടെ പക്കൽ നിന്ന് മമ്മൂട്ടി അവാർഡ് വാങ്ങുന്ന ആ ചിത്രം മമ്മൂട്ടി പോസ്റ്റ് ചെയ്തത് 2400 പേർ ഷെയർ ചെയ്തു. എന്നാൽ തൻ്റെ വീട്ടിൽ മമ്മൂട്ടി സകുടുംബം വന്നു നിൽക്കുന്ന ചിത്രം പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തത്, മമ്മൂട്ടി ഷെയർ ചെയ്തത് വെറും 405 പേർ മാത്രമാണ് റീഷെയർ ചെയ്തത്. രാഷ്ട്രപതിയുടെ പക്കൽ നിന്ന് മമ്മൂട്ടി അവാർഡ് വാങ്ങുന്ന ചിത്രം മമ്മൂട്ടി പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് 136K എന്ന് പറഞ്ഞാൽ 1,36,000 ലൈക്കുകൾ വന്നു. എന്നാൽ മമ്മൂട്ടിയുടെ കുടുംബം പ്രധാനമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തത്, മമ്മൂട്ടി ഷെയർ ചെയ്ത് വെറും 31.1K ആളുകളെ ഷെയർ ചെയ്തുള്ളൂ. അതിന് 1400 കമൻസേ ഉള്ളൂ. മറ്റതിന് 10,008 കമൻസുകളുണ്ട്. വ്യത്യാസം എന്താണ്? സിമ്പിളാണ്. രാവിലെ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും പറയണ്ട, സിമ്പിളാണ്. ആദ്യത്തെ ചിത്രത്തിൽ മമ്മൂട്ടിയും രാഷ്ട്രപതിയും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ചിത്രത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ മമ്മൂട്ടി സകുടുംബം നിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ കുടുംബത്തിലെ സ്ത്രീകൾ അവിടെ നിൽക്കുന്നത് തട്ടമിടാതെയാണ്. അതുമാത്രമല്ല, ഞാൻ ഈ 2 ചിത്രങ്ങളിലെയും കമൻസ് കണ്ടു. സാധാരണ ദുൽഖറിൻ്റെ ഒരു ചിത്രം വന്നാൽ, മമ്മൂട്ടിയുടെ ഒരു ചിത്രം വന്നാൽ ആവേശഭരിതരായി ഘോഷയാത്ര പോലെ വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ എണ്ണം തുലോം കുറവാണ്. എന്താ കാര്യം? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളിലൊന്ന് രാജ്യത്തൊരു മഹാനടന് കൊടുക്കുന്നത് പോലും രാഷ്ട്രീയമായും വർഗീയമായും മാത്രം കാണാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവർ അംഗീകരിക്കത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് മമ്മൂട്ടി പോയാൽ അംഗീകരിക്കത്തില്ല, മമ്മൂട്ടിയുടെ കുടുംബം പോയാൽ അംഗീകരിക്കത്തില്ല. മമ്മൂട്ടിയെക്കുറിച്ച് മുമ്പ് നമ്മുടെ മോഹൻദാസ് ചേട്ടൻ TG മോഹൻദാസിനോട് പറഞ്ഞൊരു കഥയുണ്ട്. അതായത് മമ്മൂട്ടിയുടെ അടുത്ത് ഈ ആളുകൾ വന്നിട്ട് പറഞ്ഞു, അതെ മമ്മൂക്ക, നിങ്ങൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് വളർന്നു വന്നിരിക്കുന്ന മഹാൻ നടനാണ്, നിങ്ങൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്, പക്ഷേ നിങ്ങൾ സമുദായം പറയുന്ന പോലെയൊക്കെ ജീവിക്കണം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, മീശ പഠിച്ചു കളഞ്ഞിട്ട് താടി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ഇതാ ഇറങ്ങിപ്പോകാനുള്ള വഴി ഇതാണ് എന്ന് കാണിച്ചു കൊടുത്തു എന്നൊരു കഥ TG പറഞ്ഞ് ഞാനുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ, ഒരു സംഭാഷണത്തിൽ മുമ്പ് പറഞ്ഞത് ഷൂട്ട് ചെയ്ത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. എനിക്കറിയില്ല അതിൻ്റെ നേരും ശരിയും. പക്ഷേ മമ്മൂട്ടി അത്തരം കാര്യങ്ങളിലൊക്കെ മമ്മൂട്ടി കുറച്ച് സെക്കുലറാണ് എന്ന് തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, നമ്മുടെ ആളുകൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? മമ്മൂട്ടിയെ എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്തുകൊണ്ടാണ്
കൂട്ടത്തോടെ വന്ന് ഈ ദ്രൗപദി മുർമുവിൻ്റെ പക്കൽ, നമ്മുടെ രാഷ്ട്രപതിയുടെ പക്കൽ നിന്നും മമ്മൂട്ടി ഈ പത്മവിഭൂഷൺ വാങ്ങുന്ന ചിത്രത്തിൻ്റെ താഴെയും സാധാരണഗതിയിൽ മമ്മൂട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് മമ്മൂട്ടിയെ അവിടെ കമൻറ്റ് ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ പോസ്റ്റ് മമ്മൂട്ടി ഷെയർ ചെയ്തതിൻ്റെ താഴെ മറ്റതിൻ്റെ 10-1 കമൻറ്റുകളേ ഉള്ളൂ, 10-1 ഷെയറേ ഉള്ളൂ, 10-1 ലൈക്കുകളേ ഉള്ളൂ. ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാണാനില്ല. എത്രമാത്രം വർഗീയമായി മാറിയിരിക്കുന്നു നമ്മുടെ പൊതുസമൂഹം എന്നു പറയാനാണ്. പൊതുസമൂഹം എന്നല്ല, പൊതുസമൂഹത്തിൽ ഒരു വിഭാഗം എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇത് കുത്തിത്തിരിപ്പാണെന്ന് നിങ്ങൾ പറയും. ഏട്ടാ, ഇത് സത്യം പറയുന്നത് കുത്തിത്തിരിപ്പാണ്. അത് ഇന്ത്യ ലൈവിൽ വടയാർ സുനിൽ പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ കുത്തിത്തിരിപ്പാണ്. കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളിയോട് ചോദിക്കുന്നത് കിട്ടും, അല്ല നിങ്ങൾ നൗഷാദിൻ്റെ കാര്യം പറഞ്ഞില്ലേ? നൗഷാദിൻ്റെ കാര്യം പറഞ്ഞു. നൗഷാദ് എന്ന് പറയുന്ന ആൾ ഒരു മാനുഹോളിൽ വീണ് മരിച്ചപ്പോൾ ഉടൻ സ്പോട്ടിൽ 10 ലക്ഷമോ 25 ലക്ഷമോ സാങ്ഷൻ ചെയ്തു. വേറെ ചില ആളുകൾ മരിച്ചിട്ട് സർക്കാർ 5 പൈസയുടെ ധനസഹായം കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിനെതിരെ കേസ് വന്നു. ഹൈക്കോടതി ചോദിച്ചു, ഇതിനകത്ത് എന്താ കുഴപ്പം, ഇതിലെന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ കേസെടുത്ത് ഹൈക്കോടതി തൊട്ടിക്കളഞ്ഞു. മലപ്പുറം അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ ജനസംഖ്യാനുപാതികമായി ഹിന്ദുക്കൾക്ക് പഞ്ചായത്ത് മെമ്പർമാരില്ല, MLA-മാരില്ല, MP-മാരില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നു പറഞ്ഞാൽ അതെങ്ങനെ വർഗീയതയാവുന്ന കണക്കല്ലേ? ഞാനീ പറഞ്ഞത് ഈ 2 ചിത്രങ്ങളും ഞാൻ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട്. അതിന് താഴെ വന്ന ലൈക്കൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മുടെ ടെക്നിക്കൽ ടീം അത് മാർക്ക് ചെയ്ത് ഒരു കളറിൽ നിങ്ങൾ എടുത്ത് ചെയ്ത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സിമ്പിളാണ്. ഇവിടെ ചില ആളുകളൊക്കെ പറഞ്ഞു മോദി വന്നാൽ മമ്മൂട്ടി മൈൻഡ് ചെയ്യത്തില്ല. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണ് പറഞ്ഞത് മമ്മൂട്ടി തൊഴുതില്ല മോദിയെ എന്നൊക്കെ പറഞ്ഞ് ഒരാംഗിളിൽ ആ ചിത്രം കാണിച്ച് മമ്മൂട്ടി ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ചിത്രമൊക്കെ കാണിച്ച് ചില ആളുകൾ ഇങ്ങനെ ജോർ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ വേറൊരു ആംഗിൾ കണ്ടിരുന്നു. പ്രധാനമന്ത്രി നടന്നു വരുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന മമ്മൂട്ടിയെ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മമ്മൂട്ടി പോകുമ്പോൾ ഉറപ്പായിട്ടും മമ്മൂട്ടിയും കുടുംബത്തിലുള്ള എല്ലാവരും കൈകൂപ്പിയിട്ടുണ്ടാവാം. ദുൽഖർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ചിത്രം. അപ്പോൾ ഇവിടെ ചില ആളുകളുടെ പ്രതീക്ഷകൾ അങ്ങ് തകർന്നുപോയി. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അംഗീകരിക്കത്തില്ല. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഞങ്ങൾ അംഗീകരിക്കുക, കാരണം ഞങ്ങളുടെ രാജ്യം ഇതല്ല, ഞങ്ങളുടെ രാജ്യം അപ്പുറത്താണ്, അതിർത്തിക്കപ്പുറത്താണ് എന്ന് കരുതുന്ന ആളുകൾ ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അംഗീകരിക്കാത്തത്. ഇപ്പോൾ VD സതീശൻ, ഞാൻ പറയും എൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ എൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇനി നാളെ മറ്റൊരാൾ വന്നാലും അതെൻ്റെ മുഖ്യമന്ത്രിയാണ്. രാഷ്ട്രീയ പാർട്ടി വേറെ, രാഷ്ട്രം വേറെ. ഇതല്ലേ നിലപാട്? ഈ നിലപാട് എടുക്കാത്ത ആളുകൾ കേരളത്തിലുണ്ട്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഒരിക്കൽ കൂടി മമ്മൂട്ടിയുടെ പേരിൽ പോലും ഇങ്ങനെ ചെയ്യുന്നു. നിശബ്ദമായ ഒരു സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രമാണ്. ഇത് പറയുന്നതിൻ്റെ പേരിൽ എന്ത് പറ്റുന്നറിയോ? ഞാൻ വർഗീയവാദിയാവും, ഇന്ത്യ ലൈവ് വർഗീയത പറഞ്ഞു എന്ന് പറയും. ഇതാണ് ഇതിനകത്തെ ഒരു വലിയ തമാശ. കട്ടോണ്ട് കള്ളൻ എന്ന് പറഞ്ഞ് ഓടുമല്ലോ. കള്ളൻ മോഷ്ടിച്ചു, ഒരു സാധനം മോഷ്ടിച്ച് കള്ളൻ ഓടുകയാണ്. എന്നിട്ട് കള്ളൻ പറഞ്ഞു അയ്യോ കള്ളൻ എന്ന് പറഞ്ഞ് ഓടുകയാണ്. അപ്പോൾ ആളുകൾ മുഴുവൻ ഈ കള്ളൻ്റെ കൂടെ ഓടും, കള്ളനെ പിടിക്കാൻ, ഇല്ലാത്ത കള്ളനെ പിടിക്കാൻ. എന്ന് പറയുന്നത് പോലെ ഇവിടെ വർഗീയവാദികൾ ഊണിലും ഉറക്കത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും എഴുത്തിലും ഒരു ലൈക്ക് ഇടുന്നതിൽ പോലും മതം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇതൊക്കെ ചെയ്യും. സത്യത്തിൽ മമ്മൂട്ടിയോട് കാണിച്ച ഒരു അനാദരവാണിത്. ഞാനൊന്നാം തരം മമ്മൂട്ടി ഫാനാണ്. മാത്രമല്ല എൻ്റെ നാട്ടുകാരനാണ് മമ്മൂട്ടി. ചെമ്പിൽ നിന്ന് കഷ്ടിച്ച് 6-7 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് ഞാൻ വൈക്കംകാരനായ ഒരാൾക്ക് മമ്മൂട്ടിയുടെ ആരാധകനാകാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏതായാലും ഇത് നമ്മൾ പറയണം. ഇത് പറയാൻ മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ താഴെ വന്നിട്ട് എന്നെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന ആളുകളെ ഞാൻ കട്ടോണ്ടോടുന്ന ആ കള്ളനെയായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ എന്ന് പറഞ്ഞ് ഇനി വർത്തമാനം അവസാനിപ്പിക്കാം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചാനൽ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത മുഴുവൻ ആളുകളും ഇന്ന് തന്നെ അത് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം.